ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസിൽ, 13ാം അപ്പസ്തോലൻ. ഈശോയുടെ നല്ല ശിഷ്യനാകാനുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനം, അപ്പസ്തോല പ്രവർത്തനങ്ങളെ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ശ്രദ്ധിക്കണേ, അപ്പസ്തോല പ്രവർത്തനം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഇവിടെ ശിഷ്യന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഇവർ അപേക്ഷിക്കുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയം ആക്കുന്നത്. ഈ വാക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞിരിക്കണം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതിനുശേഷം പത്രോസ്ലീഹ പ്രസംഗിക്കുന്നു. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവരൊരു മുടന്തനെ സുഖപ്പെടുത്തുന്നു. പിന്നെ 3-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗത്തും 4-ാം അധ്യായത്തിൻ്റെ ആദ്യവുമൊക്കെ ശിഷ്യന്മാർ വിചാരണ ചെയ്യപ്പെടുകയാണ്. എന്തിൻ്റെ പേരിൽ? പ്രസംഗത്തിൻ്റെ പേരിലും പ്രവൃത്തിയുടെ പേരിലും. ശ്രദ്ധിക്കണം, ഈശോയെക്കുറിച്ചുള്ള പ്രസംഗത്തിൻ്റെ പേരിലും ഈശോ തമ്പുരാനെ സമ്മാനിക്കുന്ന പ്രവർത്തികളുടെ പേരിലും ഇവർ വിചാരണ ചെയ്യപ്പെടുകയാണ്. കണ്ടോ, ആ ഒരു പ്രോഗ്രസ് കണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പ്രസംഗിച്ചു, പ്രവർത്തിച്ചു, 4ാമത് വിചാരണ സംഭവിച്ചു, ഭീഷണി മുഴങ്ങി. ഇനി നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അനുഭവങ്ങൾ നമുക്ക് എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കും, ഇനി ഞാൻ എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കാൻ ഇറങ്ങുന്നു, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നു, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരുപാട് തടസ്സങ്ങൾ, എതിർപ്പുകൾ, ഒറ്റപ്പെടുത്തലുകൾ, നമുക്കെതിരെയുള്ള പരിഹാസങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊക്കെ നമ്മുടെ മാളങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ കംഫർട്ട് സോണിലേക്ക് അങ്ങ് ഒളിക്കാൻ തീരുമാനമെടുക്കും. ശിഷ്യന്മാർ വ്യതിരക്തരാകുന്നത് ഇവിടെയാണ്. ശിഷ്യന്മാർ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കോണ്ടെക്സ്റ്റിലാണ് ഈ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-31 വാക്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? നമുക്ക് വായിക്കാം. ഈ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 30-ന്റെ 2-ാം ഭാഗവും 31-ാം വാക്യവും. അവർ പ്രാർത്ഥിക്കുന്നത്, അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കണ്ടോ, സംഘർഷങ്ങളുടെ നടുവിൽ ശിഷ്യന്മാരുടെ പ്രാർത്ഥന, കർത്താവേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. നമുക്കെതിരെ ശക്തികൾ ഉയരുമ്പോൾ, ക്രൈസ്തവ വിശ്വാസത്തിന് ശത്രുക്കൾ ഏറുമ്പോൾ, നമുക്ക് തന്നെ ഇതൊരു സഹനകാലമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെയൊക്കെ കംഫർട്ട് സോണിലേക്ക് ചുരുങ്ങാൻ, കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ നിന്ന് 2 ചുവട് പുറകോട്ട് വയ്ക്കാൻ, കർത്താവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ തന്നെ 2 ചുവട് പുറകോട്ട് വയ്ക്കാൻ തീരുമാനമെടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവേ നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ, ജാളിയത ഏതുമില്ലാതെ, തെല്ലും ചമ്മലില്ലാതെ, തെല്ലും ഭീരുക്കളാകാതെ ധൈര്യത്തോടെ നിൻ്റെ വചനം പ്രസംഗിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ധൈര്യം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് ക്രിസ്തു ശിഷ്യൻ്റെ അടയാളമാണ്. അപ്പോഴാണ് 30-ാം വാക്യത്തിൽ ഇവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടി. പ്രാർത്ഥിച്ച പാടെ ഉത്തരം കിട്ടുകയാണ്. 31-ാം വാക്യം, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ നിൻ്റെ സഭയ്ക്ക് നീ ധൈര്യം നൽകണമേ. 13ാം അപ്പസ്തോലനാകാനുള്ള നമ്മുടെ യാത്ര തുടരാം. ആമേൻ.